കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും 52 വീക്ക് ഹൈക്ക് എടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്ത ടാറ്റ ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ. ടാറ്റ പവർ കഴിഞ്ഞ ദിവസം 8.4% ഉയർന്ന് 428 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.36 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.28. മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2024-25 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള പവർ താരിഫിൽ 24% വർധന നടപ്പിലാക്കി എന്നുള്ളതാണ് ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. പവർ താരിഫ് 12% ഉയർത്തണമെന്ന് ടാറ്റ പവർ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനൊരു മറുപടി എന്ന വണ്ണമാണ് 24% പവർ താരിഫ് ഹൈക്ക് നടപ്പിലാക്കിയിരിക്കുന്നത്. പുതുക്കിയ നിരക്ക് വർധനവ് 2024 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരികയും ചെയ്യും. ഇതുവഴി ടാറ്റ പവർ എന്ന കമ്പനിക്ക് ലഭിക്കാനുള്ള 927 കോടി രൂപയുടെ അരിയർ കമ്പനിക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പുതുക്കിയ നിരക്ക് വർധനവ് കൺസ്യൂമേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കാരണം 100 യൂണിറ്റിൽ താഴെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിന് മുമ്പ് ₹1.65 പെർ കിലോവാട്ട് അവർ എന്ന റേറ്റിലുള്ള നിരക്കായിരുന്നു നൽകേണ്ടിയിരുന്നത്. ഇപ്പോഴത് ₹4.96 പെർ കിലോവാട്ട് അവർ എന്ന റേറ്റിലുള്ള നിരക്കായി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഹൈ എൻഡ് കൺസ്യൂമേഴ്സിന് റിലാക്സേഷനും നൽകുന്നുണ്ട്. 500 യൂണിറ്റിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിന് മുമ്പ് ₹8.35 പെർ കിലോവാട്ട് അവർ എന്ന റേറ്റിലുള്ള നിരക്കായിരുന്നു നൽകേണ്ടിയിരുന്നത്. ഇപ്പോഴത് ₹7.94 പെർ കിലോവാട്ട് അവർ എന്ന റേറ്റിലുള്ള നിരക്കായി കുറച്ചിട്ടുമുണ്ട്. ഈ ന്യൂസ് ടാറ്റ പവർ എന്ന കമ്പനിയുടെ പെർഫോമൻസ്, അതായത് ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ വളരെയധികം നിർണായക പങ്ക് വഹിക്കും. കാരണം കഴിഞ്ഞ 3 ക്വാർട്ടറിലെ കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ കൺസോളിഡേഷനും ഓപ്പറേഷണൽ കോസ്റ്റിൽ ഇൻക്രീസും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിലും പ്രോഫിറ്റിലും ഡെൻറ്റ് വരാൻ തുടങ്ങിയിരുന്നു. എന്നാൽ പുതിയ താരിഫ് ഹൈക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കും. അതുപോലെ തന്നെ ഉയർന്ന ഫ്യൂവൽ കോസ്റ്റും ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രെയിൻസും മറികടക്കുന്നതിനും താരിഫ് ഹൈക്ക് അത്യാവശ്യമായിരുന്നു. ഓവറോൾ ഈ ന്യൂസ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 425 രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മുമ്പ് സ്റ്റോക്ക് 415 രൂപ വരെ എത്തിയതിനു ശേഷം കറക്റ്റായി 350-360 എന്ന സോണിൽ സപ്പോർട്ട് ലഭിച്ചു. അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക ട്രെൻഡ് ലൈൻ സപ്പോർട്ടോടു കൂടി അപ്സൈഡിലേക്ക് നീങ്ങുന്ന സ്റ്റോക്കാണ്. ഇവിടെ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തെത്തുമ്പോൾ മാത്രം ഫ്രഷ് പൊസിഷന് ശ്രമിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് RVNL എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം അണ്ടർ പെർഫോം ചെയ്യുകയാണ്. RVNL കഴിഞ്ഞ ദിവസം 237 രൂപ 60 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 29,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.95, ഡിവിഡൻഡ് ഈൽഡ് 0.90%, 52 വീക്ക് ഹൈ 345, 52 വീക്ക് ലോ 60. 52 വീക്ക് ഹൈ ആയ 345 നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. RVNL എന്ന കമ്പനിക്ക് മധ്യപ്രദേശിലെ പൂർവ്വക്ഷേത്ര വിദ്യുത് വിതരണം കോർപ്പറേഷനിൽ നിന്നും 251 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന അപ്ഡേറ്റ്. 11 kV ലൈൻ ബൈഫ്യൂരിഫിക്കേഷൻ, 11 kV ലൈൻ ഇൻ്റർകണക്ഷൻ, 11 kV കണ്ടക്ടർ ഓഗ്മെൻറ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് RVNL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. RVNL എന്ന കമ്പനിക്ക് ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും 409 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡറിലും ലഭിച്ചിട്ടുണ്ട്. ഈ 2 ഓർഡറുകളുടെയും പശ്ചാത്തലത്തിലാണ് RVNL എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ PSU സെക്ടറിലെ കമ്പനികൾക്ക് ഏതെങ്കിലും വലിയ ഓർഡറുകൾ ലഭിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ പ്രതിഫലിക്കാറുണ്ട്. RVNL എന്ന സ്റ്റോക്ക് സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 225 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 225-നും 200-നും ഇടയിൽ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മീഡിയം ടേം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതുമാണ്. 345 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 300 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും അതിനുശേഷം 250-നും താഴെ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ബിയറിഷ് ട്രെൻഡിലാണ്. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ FMCG സെക്ടറിലെ സ്റ്റോക്കുകളായ ITC, പ്രതാപ് സ്നാക്സ് തുടങ്ങിയ സ്റ്റോക്കുകളെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് GST ഇൻ്റലിജൻസ് ITC, പ്രതാപ് സ്നാക്സ്, പെപ്സിക്കോ, ബാലാജി വേഫേഴ്സ്,
RP സഞ്ജീവ്, ഗോയക്ക ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയതിനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന അപ്ഡേറ്റ്. ഇവിടെ മുകളിൽ പറഞ്ഞ FMCG സെക്ടറിലെ കമ്പനികൾ നിശ്ചയിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള GST ആണ് പേ ചെയ്തത്. ഇതിനെതിരെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് GST ഇൻ്റലിജൻസ് നിയമ നടപടിക്ക് നീങ്ങുന്നത്. 2023 നോട്ടിഫിക്കേഷൻ പ്രകാരം സ്നാക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനികൾ, FMCG കമ്പനികൾ 18% GST ആയിരുന്നു പേ ചെയ്യേണ്ടത്. പക്ഷേ മുകളിൽ പറഞ്ഞ കമ്പനികളെല്ലാം 12% GST മാത്രമേ പേ ചെയ്തോളൂ. ഇതുവഴി ITC എന്ന കമ്പനി 500 കോടിയുടെ ടാക്സ് വെട്ടിപ്പും, പ്രതാപ് സ്നാക്സ് 300 കോടിയുടെ ടാക്സ് വെട്ടിപ്പും, പെപ്സിക്കോ 175 കോടിയുടെ ടാക്സ് വെട്ടിപ്പും, ബാലാജി വേഫേഴ്സ് 19 കോടിയുടെ ടാക്സ് വെട്ടിപ്പും, ഗ്ലൂട്ട് ഫ്രീ ഇൻഡസ്ട്രീസ് 39 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പും, സർവേശ്വർ ഫുഡ്സ് 68 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പും നടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് GST ഇൻ്റലിജൻസും അന്വേഷണവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ FMCG സെക്ടറിലെ സ്റ്റോക്കുകളെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ITC എന്ന സ്റ്റോക്ക് 500 രൂപയിലെത്തിയതിനു ശേഷം സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായ 450 സ്റ്റോക്കിന് 480 നഷ്ടമാവുകയും 400 എന്ന സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയുമാണ്. ഇവിടെ നിന്നും 385, 350 തുടങ്ങിയ ഡൗൺ സൈഡ് സപ്പോർട്ടും 480 രൂപയുടെ റെസിസ്റ്റൻസുമാണ് ITCക്കുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്